ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ തൻ്റെ അസുഖങ്ങളെക്കുറിച്ചും അതോടെ തന്നെ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, കീമോയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവനും ഉണ്ടെങ്കിൽ രേണു സുധിക്ക് ആദരാഞ്ജലികൾ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ട്. ഇത് കണക്ക് മോശമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കണക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് താൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്തുണ്ട് ഇത് കണക്കത്തുള്ള കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് തൻ്റെ ഫാമിലി കൂടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ താൻ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ആൾക്കാർ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതേ സമയത്തുണ്ട് ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് രേണുവിന് വേണ്ടിയുള്ള പണം പിരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും താനുമായിട്ട് ഒരു പങ്കും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വേറെ ആൾക്കാർ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ഇതണക്ക് നെഗറ്റീവുള്ള കാര്യങ്ങളൊക്കെ തനിക്കെതിരെ പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ നല്ലൊരു അവസരം, എനിക്കെതിരെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ഉണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ അതിനെ നോക്കി കളയാൻ സമയമില്ല. ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ കേൾക്കാനും താല്പര്യമില്ല. തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ തനിക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.